ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രണവ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈറ്റും ഇലൂമിനേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും അതിൻ്റെ ഡെഫിനേഷൻസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇലൂമിനേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇലൂമിനേഷൻ എന്തിനാണ് നമ്മൾ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ലൂമൻസ് ഫോളിങ് ഓൺ ദ സർഫസ് പെർ യൂണിറ്റ് ഏരിയ. അതാണ് നമ്മൾ എന്താണ് ഇലൂമിനേഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു യൂണിറ്റ് ഏരിയയിൽ ആ സർഫസിൽ എന്താണ് എത്ര നമ്പർ ഓഫ് ലൂമൻസ് ഫോളോ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ കണക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇ ആണ്. അതിനോടൊപ്പം എന്താണ് ഈ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സ് ആണ്. ഓക്കെ, ഇലൂമിനേഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെക്സ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറലി നമ്മൾ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൂമൻസ് ഫോളിങ് ഓൺ ദ സർഫസ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എന്താണ് സർഫസിൽ വീഴുന്ന നമ്പർ ഓഫ് ലൂമൻസ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ് ലെക്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് ലൈറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസിലെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ടേംസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, കളർ ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് കളർ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ എന്താണ് കളർ ടെമ്പറേച്ചർ മെഷേഴ്സ് ദ വിഷ്വൽ അപ്പിയറൻസ് ഓഫ് ദ ലൈറ്റ് ഇൻഡിക്കേറ്റിംഗ് വെദർ ഇറ്റ് ഈസ് വാം ഓർ കൂൾ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കളർ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അത് എന്താണ് മെഷർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വിഷ്വലി കാണുന്ന ഓക്കെ ആ ലൈറ്റിൽ നമ്മൾ വിഷ്വലി അപ്പിയർ ചെയ്യുന്നതിൻ്റെ എന്താണ് അതിൻ്റെ നേച്ചർ വാം ആണോ കൂളാണോ എന്നുള്ളതാണ്. ഓക്കെ, ഐദർ എന്താണ് വാം ആണോ കൂളാണോ എന്നുള്ള എന്താണ് അതിൻ്റെ വിഷ്വൽ അപ്പിയറൻസ് ഓഫ് ലൈറ്റിൽ നിന്ന് കാണുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ലൈറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലൂമിനേഷൻ ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓർ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് ഇൻ എ സ്പേസ് അച്ചീവ്ഡ് ത്രൂ എ സ്പെസിഫിക് ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് ആൻഡ് ടെക്നിക്ക്. അപ്പോൾ എന്താണ് നമ്മൾ ലൈറ്റ് പർട്ടിക്കുലർ പൊസിഷനിൽ എന്താണ് പൊസിഷനിൽ നമ്മൾ എന്താണ് ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് പ്ലേസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് എത്രത്തോളം ഏരിയയിലോട്ട് അത് എത്രത്തോളം ഏരിയയിലോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് എത്രത്തോളം ഏരിയയിലോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ആ സ്പേസിൽ ഏതൊക്കെ ഡയറക്ഷനിൽ ഒരു സ്പേസിൽ ഏതൊക്കെ ഡയറക്ഷനാണ് ആ ലൈറ്റ് പോയി വീണിരിക്കുന്നത് അതിനെയാണ് നമ്മളെന്ന് പറയുക ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വയ്ക്കുകയാണ്, നമ്മളിവിടെ ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മേ ബി എന്താണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ പവറിൽ ഇത്ര വരെ ആയിരിക്കും പോയിക്കുക. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ലൈറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേം ആണെന്ന് പറയുന്നത് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്ഷൻ ഓഫ് ഇലൂമിനേഷൻ ഡിഫൈൻസ് ദ ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് ഫോൾസ് ഓൺ എ ഒബ്ജക്റ്റ് ഓർ സർഫസ്. അപ്പോൾ എന്താണ് നമ്മളിലൊരു ലൈറ്റ് ഒരു സർഫസിലോട്ട് ഒരു ഒബ്ജക്റ്റിലോട്ട് വീഴുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അത് ഫോളോ ചെയ്തിരിക്കുന്ന ആ ഫോളോ ചെയ്തിരിക്കുന്ന ആംഗിളിനെയാണ് നമ്മളെന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇലൂമിനേഷൻ ഡയറക്ഷൻ ഓഫ് ഇലൂമിനേഷൻ എന്തിനാണ് ഡിഫെൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ലൈറ്റ് എന്താണ് ഒരു ഒബ്ജക്റ്റിലോ ഒരു സർഫസിലോ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത് ഓൺ ആൻ ഒബ്ജക്റ്റ് സർഫസ് ക്രിയേറ്റിംഗ് വേരിയസ് എഫക്ട്സ് ആൻഡ് ഹൈലൈറ്റിംഗ് ഫീച്ചർ. അപ്പം നമുക്കറിയാം ലൈറ്റ് വീഴപ്പോൾ എന്താണ് നോർമൽ സറൗണ്ടിങ്ങിനേക്കാൾ എന്താണ് അവിടെ കുറച്ചും കൂടി ഹൈലൈറ്റഡ് ഫീച്ചർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ എന്താണ് ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട 3 ടേംസാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ്. വാം ആണോ കൂളാണോ നമ്മൾ അതിൻ്റെ എന്താണ് നേച്ചർ എന്ന് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കളർ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞത്, ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കും അത് ഏതൊക്കെ ഡയറക്ഷനോട്ട് എങ്ങനെയായിരിക്കും സ്പ്രെഡ് ആയിരിക്കുക എന്നുള്ളതിനാണ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഡയറക്ഷൻ ഓഫ് ഇലൂമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ആംഗിളിലായിരിക്കും ആ സർഫസിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലോട്ട് ലൈറ്റ് പോയി പ്ലേസ് ആയി വീഴാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ എഫക്റ്റ് വിഷ്വലി ചേഞ്ച് നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫ്ലക്സ് അല്ലെങ്കിൽ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലൂമിനസ് ഫ്ലക്സ് ആസ് എന്താണ് ദ എമൗണ്ട് ഓഫ് റേഡിയൻറ്റ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം ഇൻ ഫോം ഓഫ് ലൈറ്റ് വേവ്സ് ബൈ എ ലൂമിനസ് ബോഡി. അപ്പോൾ എന്താണ് നമ്മൾ ഫ്ലക്സ് അല്ലെങ്കിൽ ലൂമിനസ് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്നും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് എന്താണ് എമിറ്റ് ആവുന്ന എമൗണ്ട് ഓഫ് റേഡിയൻറ്റ് എനർജി. ഓക്കെ, എത്ര എമൗണ്ട് ഓഫ് റേഡിയൻറ്റ് എനർജിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് എമിറ്റ് ആവുന്നത് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര എനർജിയാണ് അതിൽ നിന്നും എമിറ്റ് ആവുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് വേവ്സ്. ഓക്കെ, എന്താണ് ലൈറ്റ് വേവ്സിൻ്റെ ഫോമിൽ എത്രത്തോളം എനർജിയാണ് അവിടെ നിന്ന് യൂണിറ്റ് ടൈമിൽ എമിറ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂമിനസ് ഫ്ലക്സ് ഈസ് അഡ്ജസ്റ്റഡ് ടു ദ റിഫ്ലക്ട് ദ വേരിയിങ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഹ്യൂമൻ ഐ ടു ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ് ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്
ഹ്യൂമൻ ഐസിന് എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് വേവ് ലെൻസിനും നമുക്ക് ഡിഫറെൻറ്റ് സെൻസിറ്റിവിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ലൂമൻസ്. അപ്പോൾ എന്താണ് ഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൂമൻസ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ലൂമൻ എന്ന് നമുക്ക് നോക്കാം. ലൂമിനസ് ഫ്ലക്സ് എമിറ്റഡ് ബൈ എ സോഴ്സ് ഓഫ് 1 candela പവർ ഇൻ യൂണിറ്റ് സോളിഡ് ആംഗിൾ ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ എന്തിനാണ് നമ്മൾ വൺ ലൂമൻ എന്ന് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൂമിനസ് ഫ്ലക്സ് എമിറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ കണക്ക് എങ്ങനെയാണ് പറയേണ്ടത്? അതിൻ്റെ മാത്തമാറ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 1 candela പവർ ആയിരിക്കണം എമിറ്റ് ചെയ്തിരിക്കുന്ന പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർക്കുക എന്താണ് ഒരു candela പവർ ആയിരിക്കണം എന്താണ് എമിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു candela പവർ ആയിരിക്കണം എമിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? പിന്നെ യൂണിറ്റ് സോൾഡ് ആംഗിൾ. ഒരു യൂണിറ്റ് സോൾഡ് ആംഗിൾ എന്താണ് ഒരു സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുക ലൂമൻ എന്ന് പറയുക. ഓക്കെ, ലൂമൻ ഈസ് ഈക്വൽ ടു candela പവർ ഓഫ് സോഴ്സ് ഇൻറ്റു സോളിഡ് ആംഗിൾ. ഓക്കെ, സോളിഡ് ആംഗിളിന് എന്ത് ചെയ്യുക അതിനെന്ത് ചെയ്യുക candela പവർ സോഴ്സ് അവിടെ എന്താണ് എമിറ്റ് ആവുന്ന candela പവർ സോഴ്സ് ആയിട്ട് നമ്മൾ നോക്കപ്പോഴാണ് എന്താണ് ലൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞൊരു കാര്യമാണ് എന്താണ് അത് ലൂമിനസ് ഫ്ലക്സിൻ്റെ. ഓക്കെ, ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ലൂമൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമാണ് എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ, എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി നമുക്ക് നോക്കാം. ലൂമിനസ് ഫ്ലക്സ് പെർ യൂണിറ്റ് സോൾഡ് ആംഗിൾ ഇൻ എ ഗിവൺ ഡയറക്ഷൻ. അപ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലെ ലൂമിനസ് ഫ്ലക്സ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. ഒരു എന്താണ് ലൂമിനസ് ഫ്ലക്സ് ബൈ ഒരു സിംഗിൾ എന്താണ് സോളിഡ് ഏരിയയാണ് യൂണിറ്റ് സോളിഡ് ആംഗിളിലാണ് നമ്മൾ എന്തെന്ന് പറയുക ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് I ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ candela ആണ്. അല്ലാതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ലൂമൻ ബൈ സ്റ്റെറേഡിയൻ എന്നാണെങ്കിൽ യൂണിറ്റ് എടുക്കാറുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ് candela എന്നുള്ള യൂണിറ്റ് ആണ്. candela അല്ലാതെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും ലൂമൻ ബൈ സ്റ്റെറേഡിയൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ഫോർമുല ഈസ് ഗിവൺ ആസ് എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഒമേഗ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഒമേഗ എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എന്താണ് ലൂമൻ ബൈ സ്റ്റെറേഡിയം ഒരു candela പവർ ആണ് എൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ദ SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ഈസ് candela. അപ്പോൾ ഓർക്ക് എന്താണ് SI യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് candela ആണ് ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റു പറഞ്ഞാൽ എന്താണ് അതർ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നമ്മൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൂമിനസ് ഫ്ലക്സ് പെർ സോളിഡ് ആംഗിൾ. ഓക്കെ, പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ് നമ്മൾ അതെന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് മറ്റൊരു ടൈമാണ് candela പവർ ആണ്. ഓക്കെ, candela പവർ ആണ്. ദ candela പവർ ഓഫ് എ സോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ലൂമൻസ് എമിറ്റഡ് ബൈ ദാറ്റ് സോഴ്സ്. എന്താണ് നമ്പർ ഓഫ് ലൂമൻസ് എമിറ്റഡ് ബൈ ദാറ്റ് സോഴ്സ് ഇൻ എ യൂണിറ്റ് സോളിഡ് ആംഗിൾ ഇൻ എ ഗിവൺ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ ഡയറക്ഷനിൽ എന്താണ് എമിറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ലൂമൻസ് ആണ് എന്തെന്ന് പറയുന്നത് candela പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് candela പവർ ഈസ് ഈക്വൽ ടു ലൂമൻസ് ബൈ ഒമേഗ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ലൂമൻസ് ബൈ സ്റ്റെറേഡിയം ഓർ candela ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ candela ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ലൂമൻസ് പെർ സ്റ്റെറേഡിയൻ ആയിരിക്കും. ഇനി അടുത്ത് എന്താണ് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലൂമിനൻസ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലൂമിനൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് ദ ലൂമിനൻസ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ലാമ്പ് പെർ യൂണിറ്റ് പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ഐദർ ലൈറ്റ് സോഴ്സ് ഓർ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അതിൻ്റെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. ലാമ്പിൻ്റെ ലൂമിനസ് ഇൻറ്റൻസിറ്റി പെർ യൂണിറ്റ് പ്രൊജക്റ്റഡ് ഏരിയ. ഒരു പർട്ടിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഏരിയയിലുള്ള എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് പർട്ടിക്കുലർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ വരുന്ന എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിനാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ B or L ഉപയോഗിച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ് candela ബൈ മീറ്റർ സ്ക്വയർ ആണ് ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് CGS യൂണിറ്റ് എന്താണ് 1 NIT എന്ന് പറഞ്ഞാൽ എന്താണ് 1 candela ബൈ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 1 NIT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 1 candela ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഏപ്രിൽ 25-ാം തീയതിയാണ്. ഇതിൻ്റെ എല്ലാ കോഴ്സുകളും എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേക എല്ലാവർക്കും അറിയുന്നതാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, മെൻറ്ററിങ് ഉണ്ടായിരിക്കും, നോട്ട്സ് എല്ലാം നമ്മൾ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കും ആവശ്യമുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് സജസ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് ഇപ്പോൾ കണ്ട് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എത്ര മിനിറ്റ് ഉണ്ടോ?